ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു വണ്ടി മലയാളം. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും പുതിയ TVS ജൂപ്പിറ്റർ 1ൻ്റെ ബേസ് മോഡലിൽ നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ബേസ് വേരിയൻ്റെ ഒരു വോക്ക് റൗണ്ട് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അപ്പം ടോപ്പ് എൻഡ് വേരിയൻറ്റ് മാത്രം നമ്മൾ ചെയ്താൽ പോരല്ലോ, ടോപ്പ് എൻഡ് വേരിയൻറ്റ് വാങ്ങുന്ന ആളുകളുണ്ട്, അതേപോലെ തന്നെ ബേസ് വേരിയൻറ്റ് വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ വന്നിരിക്കുന്ന ഫീച്ചേഴ്സ് എന്നും ഇതും ആ ഒരു ടോപ്പ് എൻഡ് മോഡലിൽ നമുക്ക് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് കിട്ടുന്നത് എന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എ വെരി ബിഗ് താങ്ക്സ് ടു കോട്ടയം TVS. അവരാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ നിന്ന് റിവ്യൂനായിട്ട് തന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് TVS വാഹനങ്ങളെ സംബന്ധിച്ചുള്ള എൻക്വയറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ടെസ്റ്റ് റൈഡ്സ് അവൈലബിൾ ആണ്. ഈ പുതിയ ജൂപ്പിറ്ററിൻ്റെ തന്നെ ടെസ്റ്റ് റൈഡ് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റ് റൈഡ് ചെയ്യാനും ബുക്ക് ചെയ്യാനും ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. പുതിയ ജൂപ്പിറ്റർ 1ൻ്റെ പല കളർ ഓപ്ഷൻസ്, പ്രത്യേകിച്ച് ആ ഒരു ബ്ലൂ കളറും ഗ്രേ കളറും ബ്രൗൺ കളറും ഒക്കെ നമ്മൾ പല വീഡിയോസിൽ കണ്ടിട്ടുണ്ടെങ്കിലും വളരെ റെയറായിട്ട് മാത്രം യൂട്യൂബിൽ കാണാൻ സാധിക്കുന്ന ഒരു കളറും കൊണ്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഈ ഒരു വൈറ്റ് കളർ, ഇത് നമ്മുടെ ബേസ് വേരിയൻറ്റിൽ വരുന്ന ഒരു കളർ ഓപ്ഷനാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഡിസൈനിൽ നിന്ന് തന്നെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഡിസൈൻ ഓൾമോസ്റ്റ് അതേ സെയിം തന്നെയാണ് നമ്മളുടെ ടോപ്പ് എൻഡ് വേരിയൻറ്റുമായിട്ട്. പിന്നീട് ഹെഡ് ലാമ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബേസ് വേരിയൻറ്റിൽ തന്നെ ഒരു 110cc സ്കൂട്ടർ ആയതുകൊണ്ട് ആയിട്ടും ഇതിന് LED ഹെഡ് ലാമ്പ്സ് വരുന്നുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. മറ്റ് കമ്പനീസിൻ്റെ ഒക്കെ തന്നെ സ്കൂട്ടേഴ്സിൻ്റെ ബേസ് വേരിയൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ തന്നെ നമുക്ക് ഹാലജൻ ഹെഡ് ലാമ്പ് ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ ഈ ഒരു 110 ജൂപ്പിറ്ററിലേക്ക് വരുമ്പോഴത്തേക്ക് TVS ഇതിന് LED ഹെഡ് ലാമ്പ് തന്നെ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു സെയിം ഏപ്രിൻ ഡിസൈനാണ് വരുന്നത്. ഇവിടെ TVSൻ്റെ ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ലോഗോ കൊടുത്തിട്ടുണ്ട്. വലിയൊരു വ്യത്യാസം, ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഈ കാണുന്ന പോർഷനിലാണ്. അതായത് നമ്മുടെ ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ നമുക്ക് വരുന്നത് ഒരു ഇൻഫിനിറ്റി DRL സെറ്റപ്പാണ് വിത്ത് ഇൻറ്റഗ്രേറ്റഡ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ്. എന്നാൽ ഈ ഒരു മോഡലിലേക്ക് വരുമ്പോഴത്തേക്ക് ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും അതിന് സൈഡിലായിട്ട് ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സുമാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. പക്ഷേ സത്യം പറയാമല്ലോ, ആ ഒരു ഇൻഫിനിറ്റി ലൈറ്റ് ഉള്ളപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ലുക്ക്, അതേപോലെ തന്നെ ഈ ഒരു നോൺ DRL വേർഷനും അവർ നിലനിർത്തിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേക്ക് യാതൊരു വിധത്തിലുള്ള വൃത്തികേടും ഈ ഒരു വാഹനത്തിൽ വന്നിട്ടില്ല. നന്നായിട്ട് തന്നെ TVS ഇതിനെയും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ജസ്റ്റ് ഒരു ഇൻഫിനിറ്റി ലൈറ്റ് ഇല്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്നാലും നിങ്ങൾ ഈ ഒരു ബേസ് വേരിയൻ്റ് എടുത്താലും ലുക്കിൽ വലിയ കോംപ്രമൈസ് ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതിന് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മഡ് ഫ്ലാപ്പ് വരുന്നുണ്ട്. പിന്നെ ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് ഇതിൽ നമുക്ക് ഫ്രണ്ടിൽ വരുന്നത്. 12 ഇഞ്ച് അലോയ് വീൽസ് തന്നെ നമുക്ക് ബേസ് വേരിയൻറ്റിലും കിട്ടുന്നുണ്ട്. അതിൽ 90/90 സെക്ഷൻ്റെ ട്യൂബ്ലെസ് ടയറുമാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഡ്രം ബ്രേക്ക് സെറ്റപ്പാണ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും 130 mm ഡ്രം ബ്രേക്കും സിംഗ്രണൈസ്ഡ് ബ്രേക്കിംഗ് ടെക്നോളജിയും വരുന്നുണ്ട്. മറ്റു വ്യത്യാസങ്ങളെ പറ്റി പറയുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്കുള്ള സപ്പോർട്ട് കിട്ടുകയുള്ളൂ. എങ്കിൽ മാത്രമേ ഇതുപോലെ പുതിയതായിട്ട് ഇറങ്ങുന്ന വാഹനങ്ങളൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. സോ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് സപ്പോർട്ട് us. ഇതാണ് അടുത്ത മാറ്റം എന്ന് പറയുന്നത്. ഒരു അനലോഗ് മീറ്റർ കൺസോൾ ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അതേസമയം ടോപ്പ് എൻഡ് വേരിയൻറ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്കൊരു ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് കൺസോളാണ് വരുന്നത്. അനലോഗ് ആണെങ്കിൽ കൂടിയും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു മീറ്റർ കൺസോളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് ഒരു ഫ്രഷ് ലേഔട്ടാണ് ഇതിൽ കിട്ടുന്നത്. ഇതുവരെ TVSൻ്റെ മറ്റ് സ്കൂട്ടേഴ്സിലൊന്നും തന്നെ നമ്മൾ കാണാത്ത പോലെയുള്ള ഒരു പുതിയ ലേഔട്ടിലാണ് ഇത് വന്നിരിക്കുന്നത്. നടുക്ക് നമുക്കൊരു വലിയ അനലോഗ് സ്പീഡോമീറ്റർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്യൂട്ടിഫുള്ളി ലേഔട്ട് ആയിട്ടുള്ള ഓറഞ്ച് കളറിലുള്ള നീഡിൽസ് ആണ് ഇതിൽ നമ്മൾ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂൽ ഗേജ് വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് പവർ ആൻഡ് ഇക്കോ മോഡ്സിൻ്റെ ഇൻഡിക്കേഷൻ ഉണ്ട്. ബാക്കി വാർണിംഗ് ലാംപ്സ് ഒക്കെ തന്നെ നമുക്ക് ടോപ്പ് ഏരിയയിലും ഈ സൈഡിലും ഒക്കെ ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വളരെ മിനിമലാണ്, വളരെ സിമ്പിളാണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മീറ്റർ കൺസോളാണ്. സ്വിച്ച് ഗേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ നമുക്ക് ഹെഡ് ലാമ്പിൻ്റെ ബ്രൈറ്റ് സ്വിച്ചും അതുപോലെ തന്നെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള പാസ് സ്വിച്ചും വരുന്നുണ്ട്. താഴെയായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റർ സ്വിച്ച് വരുന്നുണ്ട്, ഹോൺ സ്വിച്ച് വരുന്നുണ്ട്. ഇൻഡിക്കേറ്ററിലും ഇതിലൊരു വ്യത്യാസം വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ഹസാർഡ് ഫംഗ്ഷൻ വരുന്നില്ല. അതേപോലെ തന്നെ ഓട്ടോ ക്യാൻസലിംഗ് ഇൻഡിക്കേറ്ററും കിട്ടുകയില്ല. ഇതൊക്കെ തന്നെ ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ നമുക്ക് കിട്ടുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻ മാത്രമേ നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നുള്ളൂ. റൈറ്റ് സൈഡിൽ പക്ഷേ നമുക്കൊരു എഞ്ചിൻ കിൽ സ്വിച്ചും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. ഇവിടെ ഒരു 2 ലിറ്ററിൻ്റെ ഒരു യൂട്ടിലിറ്റി ഏരിയ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് മുകളിലായിട്ട് നമുക്ക് മൾട്ടി ഫംഗ്ഷൻ കീ അസംബ്ലിയും വരുന്നുണ്ട് ടോപ്പ് എൻഡ് മോഡലിനെ പോലെ തന്നെ. പക്ഷേ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്കൊരു USB ചാർജിങ് സോക്കറ്റ് വരുന്നു. അത് നമുക്ക് ഈ ഒരു ബേസ് വേരിയൻറ്റിൽ കിട്ടില്ല. അത് വെക്കാനുള്ള ഒരു പ്രൊവിഷൻ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് റിമൂവ് ചെയ്തിട്ട് അതവിടെ ഫിക്സ് ചെയ്യാവുന്ന രീതിക്കാണ് കൊടുത്തിരിക്കുന്നതെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ഫ്യൂൽ ഫില്ലിംഗ് വരുന്നത്. സോ ഫ്രണ്ടിൽ തന്നെയാണ് നമുക്ക് ഫ്യൂൽ ഫില്ലിംഗ് ക്യാപ്പും ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു 2 കിലോ വരെ വെയിറ്റ് താങ്ങാവുന്ന ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ആ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഫുട്ബോർഡ് ഏരിയ നമുക്ക് ഈ ഒരു വാഹനത്തിലും കിട്ടുന്നതാണ്. നമുക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം എന്നെ പോലെ ഹൈറ്റ് ഉള്ള ആൾക്കാണെങ്കിലും മുട്ട് തട്ടുന്ന ആ ഒരു ഇഷ്യൂ വരുന്നില്ല. അതുപോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ട് ഫ്ലാറ്റ് ആയിട്ട് കാല് വെച്ചുകൊണ്ടിരിക്കാം. കാല് മാത്രമല്ല, വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് നടുക്ക് കുറച്ച് സാധനങ്ങളും വെക്കാം. അത്രയും സ്പേസ് ഇതിൽ കിട്ടുന്നുണ്ട്. സോ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു ഫുട്ബോൾ ഏരിയയാണ് നമുക്ക് ഈ ഒരു ബേസ് മോഡലും കിട്ടുന്നത്. രണ്ടുപേർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്ന പോലെയുള്ള വൈഡ് ആൻഡ് ലോങ് സീറ്റാണ് വന്നിരിക്കുന്നത്. വലിയ ബമ്പോ കാര്യങ്ങളൊന്നും അടുക്കില്ല. ഓൾമോസ്റ്റ് ഒരു ഫ്ലാറ്റ് ആയിട്ട് പോകുന്ന തരത്തിലാണ് സീറ്റിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. നല്ല കുഷനിയും കൊടുത്തിട്ടുണ്ട്. സോ കംഫർട്ടബിൾ ആയിട്ടുള്ള യാത്രയായിരിക്കും വാഹനത്തിൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. സൈഡിലായിട്ട് നമുക്ക് വളരെ മിനിമലായിട്ട് ജൂപ്പിറ്റർ 1 എന്നുള്ള ഒരു ബാഡ്ജിങ് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. വൈറ്റ് സൈഡ് ബോർഡ് കിട്ടുന്നുണ്ട്.
മെറ്റലാണ് ഈ ഒരു സൈഡ് ഏപ്രിൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ എക്സോസ്റ്റിന് മുകളിലായിട്ട് ഒരു ഗാർഡ് കൊടുത്തിട്ടുണ്ട്. ആ ഗാർഡും ഒരു ക്രോം പ്ലേറ്റഡ് ആയിട്ടുള്ളതാണ് വന്നിരിക്കുന്നത്. സോ വാഹനത്തിൻ്റെ ആ ഒരു ബ്ലാക്ക് വൈറ്റ് ക്രോം ഡിസൈനുമായിട്ട് നല്ല രീതിക്ക് തന്നെ ഇത് ചേർന്ന് നിൽക്കുന്നുണ്ട്. ഇത് ഒരു ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു പോർഷനൊന്നും അങ്ങനെ അലമ്പാക്കി നശിപ്പിച്ചിട്ടില്ല ടി വി എസ്. അതും നൈസായിട്ട് തന്നെ ഒരു ഡിസൈൻ്റെ കൂടെ തന്നെ പോകുന്നുണ്ട്. ഇതാണ് നമ്മുടെ പാസഞ്ചർ ഫുഡ് റെസ്റ്റ് എന്ന് പറയുന്നത്. അതും ഇങ്ങനെ റിട്രാക്റ്റബിൾ ആണ്. അതും അത്യാവശ്യം നൈസ് ഒരു ക്വാളിറ്റിയിലാണ്. അത്യാവശ്യം നല്ല വൈഡ്നെസ്സും കൊടുത്തിട്ടുണ്ട്. സോ ബാക്കി ഇരിക്കുന്ന ആളും കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ ആയിരിക്കും വാഹനത്തിലിരിക്കുന്നത്. സ്റ്റോറേജ് ഇതിലൊട്ടും കുറച്ചിട്ടില്ല. 33 ലിറ്ററിൻ്റെ ആ ഒരു വലിയ സ്റ്റോറേജ് സ്പേസ് തന്നെയാണ് ഈ ഒരു ബേസ് വേരിയൻറ്റിൽ നമുക്ക് കിട്ടുന്നത്. വിളിച്ചു ഇത് പറഞ്ഞു പോയി. 2 ഹാഫ് ഫേസ് ഹെൽമെറ്റ്സ് നമുക്ക് ഇതിൽ കംഫർട്ടബിൾ ആയിട്ട് വെക്കാൻ സാധിക്കും. അല്ലെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ടൈപ്പ് ഫുൾ ഫേസ് ഹെൽമെറ്റ് നമുക്ക് ഇതിൽ 2 വെക്കാൻ സാധിക്കുന്നതാണ്. സോ നല്ല ഒരു ഏരിയ വരുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ വളരെ കൺവീനിയൻ്റ് ആയിട്ട് വെക്കാം. ഇവിടെ നമ്മുടെ ഈ ഒരു ഷൂട്ടിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു ബാഗ് വെച്ചാൽ തന്നെ ഇതുപോലെയുള്ള ഒരു ബാഗും കൂടെ വെക്കാനായിട്ടുള്ള സ്പേസ് നമുക്ക് ഈ ബാഗിൽ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല ഡീപ്പായിട്ടും കൂടെ ഉള്ള ഒരു സ്പേസ് ആണ്. സോ യൂട്ടിലിറ്റി സ്പേസിൻ്റെ കാര്യത്തിൽ സെഗ്മെൻറ്റിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് സ്പേഷ്യസ് വാഹനമാണ് നമ്മുടെ ഈ ഒരു ജൂപ്പിറ്റർ എന്ന് പറയുന്നത്. ഇനി ഏറ്റവും ടെയിൽ പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് വേരിയൻറ്റുമായിട്ട് ഐഡൻറ്റിക്കലാണ് ഈ ഒരു ബേസ് വേരിയൻറ്റിലും. പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ വരുന്ന റിയർ ഗ്രാബറയിലുണ്ട്. അതിന് താഴെയായിട്ട് ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് തന്നെ ഉണ്ട്. ടി വി എസിൻ്റെ ബാഡ്ജിങ്ങുകളുണ്ട്. ഈ ഒരു ഇൻഫിനിറ്റി സ്റ്റൈൽ ടെയിൽ ലാമ്പ് നമുക്ക് ഇതിലും കൊടുത്തിട്ടുണ്ടെങ്കിലും ഇവിടെ നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഹാലജൻ ആണ് കിട്ടുന്നത്. ഞാനത് ഇട്ട് കാണിക്കാം. ഹാലജൻ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ബ്രേക്ക് ലൈറ്റ് നമുക്ക് LED ആണ് വരുന്നത്. പക്ഷേ ആ ഒരു പ്രീമിയം ലുക്ക് നമുക്ക് ഈ ഒരു വാഹനത്തിലും കിട്ടുന്നുണ്ട്. ബട്ട് അത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല ഇത് ഹാലജൻ ആണോ LED ആണോ എന്നുള്ളത്. എഞ്ചിനിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു സെയിം 113.3 cc സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് എഞ്ചിൻ തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. 8 PS പവറും 9.2 Nm ടോർക്കുമാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ വരുന്ന ആ ഒരു ഐഗോ അസിസ്റ്റ് ഫീച്ചർ അല്ലെങ്കിൽ ആ ഒരു മൈൽഡ് ഹൈബ്രിഡ് ടെക്നോളജി നമുക്ക് ഈ ഒരു ബേസ് വേരിയൻറ്റിൽ കിട്ടില്ല. അതിന് തന്നെ ബാറ്ററിയിലും വ്യത്യാസം വരുന്നുണ്ട്. ഇതിൽ നമുക്കൊരു 12 വോൾട്ട് 4 ആംപിയർ ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ ടോപ്പ് വേരിയൻറ്റിൽ നമുക്ക് കിട്ടുന്നത് 12 വോൾട്ടിൻ്റെ 5 ആംപ് ബാറ്ററിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഐഗോ അസിസ്റ്റും കൂടെ ഇതിൽ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു എഞ്ചിൻ നമുക്ക് സൈലൻറ്റ് സ്റ്റാർട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. പഴയ ആ ഒരു മെഷ് സൗണ്ടിങ് ഒന്നും ഇല്ലാണ്ട് സൈലൻറ്റ് സ്റ്റാർട്ടായിട്ട് തന്നെ ഓണാവുന്ന എഞ്ചിൻ തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. സോ ഈ ഒരു ബേസ് വേരിയൻറ്റ് അല്ലെങ്കിൽ ഒരു 110 സെഗ്മെൻറ്റിൽ തന്നെ ബേസ് വേരിയൻറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ തന്നെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് തന്നെയാണ്. സാധാരണ ബേസ് വാഹനങ്ങൾ നമുക്ക് ഒട്ടും തന്നെ ഫീച്ചേഴ്സ് ഇല്ലാത്ത പോലെയാണ് കിട്ടാറ്. പക്ഷേ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം വാല്യൂ തരുന്ന രീതിക്ക് തന്നെയാണ് ഈ ഒരു മോഡലും വന്നിരിക്കുന്നത്. എഞ്ചിനിൽ ആ ഒരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടോർക്കിൽ കിട്ടുന്ന ബൂസ്റ്റ്, അതായത് ഏകദേശം ഒരു 0.6 Nm ടോർക്ക് ബൂസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഇതിൽ കിട്ടില്ല. 9.2 Nm തന്നെയായിരിക്കും എപ്പോഴും ഈ ഒരു എഞ്ചിൻ്റെ ടോർക്ക് എന്ന് പറയുന്നത്. പിന്നെ മൈലേജിലും അതിൻ്റെ അനുസരിച്ച് ഒരു ചെറിയ വ്യത്യാസം നമുക്ക് വരും. പക്ഷേ അതൊരു വലിയ ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. റിയൽ വേൾഡ് യൂസിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ അവിടെയും സംഭവിക്കുന്നുള്ളൂ. റിഫൈൻമെൻറ്റ് ആണെങ്കിൽ തന്നെയെല്ലാം നമുക്ക് ആ ഒരു ടോപ്പ് വേരിയൻറ്റുമായിട്ട് ഓൾമോസ്റ്റ് സെയിം തന്നെയായിരിക്കും ഈ ഒരു വാഹനത്തിലും കിട്ടുന്നത്. ഇനി ഈ ഒരു സൈലൻറ്റ് സ്റ്റാർട്ടും ഈ ഒരു എഞ്ചിൻ്റെ സൗണ്ടും ഞാൻ കേൾപ്പിച്ചു തരാം. വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു സൗണ്ടാണ്. അതുകൊണ്ട് വലിയ ഒച്ചപ്പാടും ബഹളങ്ങളൊന്നുമില്ല. ആൻഡ് ഫൈനലി പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബേസ് വേരിയൻറ്റ് അലോയ് വീൽസിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 85,580 നിന്നുമാണ്. അപ്പോൾ ഈ ഒരു പ്രൈസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വാല്യൂ തരുന്ന ഒരു വാഹനം തന്നെയാണിത്. കാരണം ഈ ഒരു പ്രൈസിൽ നമുക്ക് ഇത്രയും ഫീച്ചേഴ്സ് ഈ ഒരു ബേസ് വേരിയൻറ്റ് തന്നെ കിട്ടുന്നുണ്ട്. ഇതിലും താഴെ ഒരു വേരിയൻ്റ് ഉണ്ട്. അത് നമ്മുടെ ഷീറ്റ് മെറ്റൽ വീലാണ്. അതായത് അലോയ് വീൽസ് ആയിരിക്കില്ല, പഴയ കൺവെൻഷണൽ വീൽസ് ആയിരിക്കും. ബട്ട് അത് എടുക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ഇതെടുക്കുന്നതെന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷേ ഇതിലും നല്ലത് നിങ്ങളൊരു 4,000-4,200 രൂപയും കൂടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അലോയ് വീൽസോടോടെ തന്നെ സ്മാർട്ടെക്സ് കണക്ടിവിറ്റിയും ഈ പറഞ്ഞ പോലെയുള്ള ഐഗോ അസിസ്റ്റും DRLും കാര്യങ്ങളും എല്ലാം വരുന്ന മോഡൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ കൂടെ ഒരു 4,000 രൂപയും കൂടെ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ടോപ്പ് വേരിയൻ്റ് ആയിട്ടുള്ള ഡിസ്ക് ബ്രേക്ക് വിത്ത് ഓൾ ദീസ് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബേസ് വേരിയൻറ്റിനേക്കാൾ നിങ്ങൾക്ക് ഒരു 4,000 റുപ്പീസ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 5,000 റുപ്പീസും കൂടെ നിങ്ങൾക്ക് ബഡ്ജറ്റ് പുഷ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു DRL, ഐഗോ അസിസ്റ്റ് പോലെയുള്ള ഫീച്ചേഴ്സും കൂടെ സ്മാർട്ടെക്സ് കണക്ടിവിറ്റി, ഡിജിറ്റൽ മീറ്റർ ഒക്കെ തന്നെ ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നതായിരിക്കും. കൂടെ തന്നെ USB ചാർജിങ് പോലെയുള്ള ഫീച്ചേഴ്സും വരുന്നുണ്ട്. സോ അത്തരം ഫീച്ചേഴ്സ് ഒക്കെ തന്നെ നിങ്ങളെ കൺസിഡർ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ 4,000 റുപ്പീസ് എക്സ്ട്രാ എന്ന് പറയുന്ന ഒരു വലിയ പ്രൈസായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് നിങ്ങൾക്ക് മുടക്കി കഴിഞ്ഞാൽ എന്തായാലും തീർച്ചയായിട്ടും ഇതിനേക്കാളും കുറച്ചും കൂടെ വാല്യൂ ആയിട്ടുള്ള ഒരു മോഡലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഡിസ്ക് ബ്രേക്ക് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ടോപ്പ് വേരിയൻറ്റ് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം. അതിന് പക്ഷേ ഓൾമോസ്റ്റ് പിന്നെ ഒരു 4,000 റുപ്പീസും കൂടെ സ്പെൻഡ് വരുന്നുണ്ട്. ബട്ട് ഡ്രം ബ്രേക്ക് തന്നെ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബേസിനേക്കാളും എനിക്ക് കുറച്ചും കൂടെ വാല്യൂ ഫോർ മണിയായിട്ട് തോന്നുന്നത് ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള ഡ്രം അലോയ് SXC
സ്മാർട്ട് എക്സ് കണക്ട് വേരിയൻറ്റ് തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഈ ഒരു വാഹനങ്ങളുടെ ഓൺ റോഡ് പ്രൈസ് നിങ്ങൾക്ക് എക്സാക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ കോട്ടയം TVSനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവരെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ടാക്സ്, ഇൻഷുറൻസ്, ഓൺ റോഡ് പ്രൈസ്, അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഫിനാൻസിലാണ് വാങ്ങാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിബിൽ സ്കോർ അനുസരിച്ച് അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ തന്നെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ടെസ്റ്റ് റൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്തിട്ട് ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു ജൂപ്പിറ്റർ 1ൻ്റെ ബേസ് മോഡലിനെ പറ്റിയുള്ള നമ്മുടെ അഭിപ്രായം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ ഇനി ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വാഹനമായിട്ട് കാണുന്നത്.